കഴിഞ്ഞ 17 വർഷമായി ഭിന്നശേഷിക്കാരായ 35 കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും താങ്ങും തണലുമാണ് ലേഖ ടീച്ചർ. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ എം ലേഖയുടെ കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും കാഴ്ചകൾ കണ്ടുവരാം. വിവിധ രോഗങ്ങൾ കാരണം തന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് അവൾ കരുതി. പക്ഷേ ഈ രോഗങ്ങളെയെല്ലാം അതിജീവിച്ചാണ് അവൾ ഇന്ന് മുന്നേറുന്നത്. അപസ്മാരവും രക്തം കട്ടപിടിക്കുന്ന രോഗവും ഏത് നിമിഷവും വരാം. നിന്ന നിൽപ്പിൽ വീണുപോകാം, ഓർമ്മകൾ നഷ്ടപ്പെടാം. കുട്ടിക്കാലത്ത് വന്ന രോഗത്തിൽ തളർന്നില്ല പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി ലേഖ. സ്വന്തം വേദനകൾ മറികടന്ന് വിവിധ രോഗങ്ങൾ പിടിപെട്ട കുട്ടികൾക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങാകുകയാണ് ലേഖ ടീച്ചർ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ ഒരു അനുഭവത്തിലൂടെ സഞ്ചരിച്ചു പോയതുകൊണ്ട് ഈ കുട്ടികളും അമ്മമാരും അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഒരു മാനസിക ബുദ്ധിമുട്ട് എന്താണെന്നും മറ്റുള്ളവരിൽ നിന്ന് അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് ഇവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇങ്ങനെയുള്ള കുട്ടികളിലേക്ക് എത്തണം എന്നുള്ള ഒരു മൈൻഡ് മാനസികമായി എത്തിച്ചേർന്നത്. 3-ാം വയസ്സിലാണ് കുഞ്ഞുലേഖയ്ക്ക് അസുഖം ബാധിക്കുന്നത്. 38-ാം വയസ്സിലും രോഗത്തോട് പടപൊരുതിയാണ് ജീവിതം. ഓട്ടിസവും അപസ്മാരവും ബാധിച്ചവർ സമൂഹത്തിൽ അവഗണന നേരിടുന്നുവെന്ന ജീവിതാനുഭവമാണ് ലേഖ ടീച്ചറെ സേവനപാതയിലെത്തിച്ചത്. കൊല്ലങ്കോട് മേഖലയിലുള്ള ഓട്ടിസവും അപസ്മാരവും മറ്റു രോഗങ്ങൾ ബാധിച്ച 35 കുട്ടികൾക്കുമാണ് ലേഖ ടീച്ചർ കൈത്താങ്ങാവുന്നത്. ആട്ടവും പാട്ടുമൊക്കെയായി കൊല്ലങ്കോട്ടെ ലൈബ്രറി ഹാളിൽ മാസത്തിൽ 1-2 തവണ അവർ ഒത്തുചേരും. ഒത്തുചേരുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഭക്ഷണവും ഭക്ഷണ സാധനങ്ങളും 17 വർഷമായി ടീച്ചർ നൽകി വരുന്നു. എൻ്റെ വീട്ടിൽ 2 വയ്യാത്ത കുട്ടികളുണ്ട്. അവർക്ക് മരുന്നുകൾ കുറെ മുടങ്ങിയിട്ടുണ്ട്. ഈ അരി സാധനങ്ങൾ വാങ്ങാനും ഭക്ഷണത്തിനും കൂടി ഒരു നേരം വഴിയില്ലാണ്ട് ഞങ്ങൾ മരുന്നുകൾ മുടക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ടീച്ചർ ഇങ്ങനെ തരുന്നത് കൊണ്ട് മരുന്നുകൾ 2 കുട്ടികൾക്ക് മുടങ്ങാതെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു സഹായമാണ്. ടീച്ചറുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട്. ടീച്ചർ തലേ ദിവസം തന്നെ ഞങ്ങളെ വിളിക്കും, ഇങ്ങനെ ഉണ്ട് വരണം പറയും. അപ്പം ഞങ്ങളെ അവിടെ ഇവനെ കൊണ്ടുപോകില്ല. അപ്പം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇവനക്കൊരു നല്ലൊരു സന്തോഷമാണ്. രാത്രി ടീച്ചർ വിളിച്ചു പോകണ്ടേ പറഞ്ഞാൽ ഇവനക്ക് ചിരി തുടങ്ങും. പിന്നെ പോരുന്നവരെ ചിരിക്കും. സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായിരുന്ന ലേഖ രോഗം മൂർച്ഛിച്ചപ്പോൾ ജോലി ഉപേക്ഷിച്ചു. ബന്ധുക്കളുടെ സഹായത്തോടെയാണ് സേവനം ചെയ്യുന്നത്. ജീവനുള്ള കാലത്തോളം അത് തുടരുക തന്നെ ചെയ്യുമെന്ന് ലേഖ ടീച്ചർ പറയുന്നു. യാതനയിലും വേദനയിലും കഴിയുന്നവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്വന്തം വേദനകൾ സഹിച്ചുള്ള പോരാട്ടത്തിന്റെ പാതയിൽ ലേഖ ടീച്ചർ നടന്നു നീങ്ങുന്നു. ന്യൂസ് മലയാളം, പാലക്കാട്. റംബൂട്ടാൻ